ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ബാക്കി കഥ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഇന്നലത്തെ ബാക്കി എന്താണെന്ന് കാണാം. അപ്പോൾ ഇന്നലെ കാണിച്ചിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ പ്രകാശം പോയിരിക്കുകയാണ് വിക്രമിൻ്റെ അമ്മയെടുത്ത്. അപ്പം വിക്രമിനെ കൊണ്ട് അവർ പറയുകയാണ്, 2 ആൾക്കാരുടെ തലയാണ് എൻ്റെ മകൻ തല്ലി പൊളിച്ചത്. ഒരേ ഒരു ആൺതരിയാണ് എനിക്കുള്ളത്. ശരണ്യ എന്ന് പറയുന്നൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം, അവളുടെ ജീവിതം വരെ അവൻ ഇല്ലാതാക്കി. രാജകുമാരനായിട്ട് വളർത്തിയ മോൻ്റെ അവസ്ഥ ഇത്. അങ്ങനെ ഒരു മോനും തന്നെപ്പോലൊരു ഭർത്താവും അതിൻ്റെ കൂടെ എല്ലാറ്റിനും കാരണക്കാരിയായ ഒരു അമ്മായി അമ്മയും എനിക്കിനി ഇല്ല. കല്യാണിയെ കാണിച്ചിട്ടവർ പറയാണ്, ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ബന്ധുക്കളും വേണ്ട. കല്യാണി, മനുഷ്യനായാൽ അല്പസ്വല്പമൊക്കെ നാണം വേണം. കുഞ്ഞുനാളിൽ സംഭവിച്ചതൊക്കെ മനസ്സിൽ അതേപടി നിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഓർത്തിട്ടല്ല നിങ്ങളെ ഞങ്ങൾ തള്ളിപ്പറയുന്നത്. ഇന്ന് ഈ പ്രായത്തിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു സാത്താൻ ഉറങ്ങിക്കിടപ്പുണ്ട്. മകനെ മാത്രമേ മരണം വരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റൂ. ബാക്കിയുള്ള എല്ലാവരും നിങ്ങളുടെ ശത്രുക്കളാ. മോള് പറഞ്ഞതാ സത്യം. സ്നേഹത്തോടെ അടുത്തു കൂടിയിട്ട് നാളെ ആരെയാ നിങ്ങൾ കൊല്ലാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്നെ ന്യായീകരിക്കുമൊന്നുമല്ല, പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഏത് നിമിഷവും ഞാൻ മരിക്കും. അങ്ങനെ ഒരവസ്ഥയിലാണ് എൻ്റെ ആരോഗ്യം. അമ്മയെ ആ വീട്ടിൽ നിന്നും എനിക്ക് ഇറക്കണം. വയ്യാത്ത സമയത്ത് അമ്മ ചെയ്യുന്നത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുപോട്ടെ, ഞാനിപ്പോൾ ഇവിടെ വന്നത്, ഇവിടെ എന്തോ ഒരു ജോലി ഒഴിവുണ്ടെന്ന് പറഞ്ഞു. ഒരു ഡ്രൈവറുടെ മോളുടെ ഡ്രൈവറായിട്ട് ഇവിടെ ഞാൻ നിൽക്കാൻ തയ്യാറാ. കല്യാണിയോട് പറയാണ്. കല്യാണി, മോളോ? ഏത് മോള്? അപ്പോൾ അവളുടെ അമ്മ ചോദിച്ചത് കേട്ടില്ലേ? ഏത് മോളുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നേ? ഞാനിങ്ങനെയാണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒരു മകളുണ്ട്. അയാൾ വീണ്ടും ചോദിക്കുകയാണ്, തെറ്റുകൾ പറ്റാത്ത മനുഷ്യരുണ്ടോ? അത് ശരിയാ, പക്ഷേ ജീവിതത്തിൽ തെറ്റുകൾ മാത്രം ചെയ്യുന്നവർ കുറവാ. അത്തരക്കാരെ അകറ്റി നിർത്തിയേ പറ്റൂ. എനിക്കേതായാലും ഒരു ഡ്രൈവറെ ആവശ്യമില്ല. ഇനി അഥവാ ആവശ്യം വന്നാലും നിങ്ങളെ ആ പണിക്ക് വിളിക്കൂല. അപ്പോൾ അവളുടെ അമ്മ പറയാണ്, ഇനിയിപ്പം മോള് വിളിച്ചാലും ഞാനതിന് സമ്മതിക്കില്ല. മക്കളെ സ്നേഹിക്കാത്ത ഒരച്ഛനെ ഏത് ഭാര്യമാരും വെറുക്കും. എന്നിട്ടും ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അവിടം കൊണ്ടും നിന്നില്ല. അർഹതയില്ലാത്തൊരു ബന്ധമാണ് വിക്രത്തിന് കിട്ടിയത്. എന്നിട്ടും ആ സോണി മോളെ ഒരുപാട് കരയിച്ചില്ലേ അവൻ? ബന്ധം പിരിഞ്ഞിട്ടും പിന്നാലെ നടന്ന് ശല്യം ചെയ്തില്ലേ? ഇനി ഇത്ര അനുഭവം ഇവർക്കാർക്കും ഉണ്ടാവരുത്. അതുകൊണ്ട് വന്ന പോലെ തന്നെ പോവാൻ നോക്ക്. കല്യാണി പറയാണ്, നിങ്ങളെപ്പോഴെങ്കിലും ഗേറ്റ് കടന്ന് വന്നാൽ വീട്ടിൽ കയറ്റരുത് എന്നാണ് കിരണേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ചൂലെടുത്ത് അടിക്കണമെന്ന് എന്നോട് എൻ്റെ മരുമകൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്യുന്നില്ല. അമ്മ അയലത്ത് പണിയെടുക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ ചെലവിൽ ജീവിക്കാൻ നോക്ക്. മക്കളുടെ ചെലവിൽ ജീവിക്കാൻ മക്കളെ സ്നേഹിക്കാത്ത നിങ്ങൾക്ക് അർഹതയില്ല. പോവാൻ നോക്ക്. പിന്നെ കല്യാണി, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ എന്താ പോകാൻ താമസം? പ്രകാശൻ എല്ലാം കേട്ടു നിന്നു. അതിനുശേഷം മെല്ലെ അവിടുന്ന് നടന്നു നീങ്ങി. കുറച്ച് ദൂരം നടന്നിട്ട് അയാൾ വീണ്ടും അവിടെ തന്നെ നിന്നിട്ട് തിരിഞ്ഞു നോക്കി. അതിനുശേഷം വീണ്ടും പോയി. മനസ്സ് മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു, കല്യാണി പറയാ. അപ്പോൾ അമ്മ പറയാണ്, മോക്ക് എന്താ മോളെ? നമുക്കൊന്നും ഇല്ലാത്ത സമയത്തും നമ്മളെ സഹായിച്ചവരാ കിരൺമോനും കിരൺമോൻ്റെ ബന്ധുക്കളും. അവരെയൊക്കെ വിഷമിപ്പിക്കാൻ ഇനി ഇയാളെ പോലെയുള്ള ഒരാളെ നമ്മളെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റണോ? വേണ്ട, ഒരിക്കലും വേണ്ട. അത് കഴിഞ്ഞ് പ്രകാശൻ നേരെ അപ്പുറത്തെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ബെല്ലടിച്ചപ്പോൾ തന്നെ അമ്മയാണ് വന്നിട്ട് കതക് തുറന്നത്. അമ്മ ഞെട്ടിപ്പോയി അവനെ കണ്ടിട്ട്. നീയായിരുന്നോ? എന്തിനാ മോനെ നീ ഇങ്ങോട്ട് വന്നത്? അമ്മേ, ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ല, അയലത്തെ വീട്ടിൽ ഒന്ന് പോയതാ. എന്തിന്? നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ജോലി എനിക്ക് വേണ്ടേ? അവിടെ എന്തോ കമ്പനി ഡ്രൈവറുടെ ഒഴിവുണ്ട് എന്ന് പറയുന്നത് കേട്ടു. അത് കിട്ടുമോ എന്നറിയാൻ വേണ്ടി പോയതാ. അപ്പം അമ്മ പറയാണ്, നിനക്ക് നാണമില്ലടാ അവിടെ പോയി ജോലി ചോദിക്കാൻ? അങ്ങനെ വെറുതെ ഒന്നും ഞാൻ അവിടെ പോകില്ല എന്ന് അമ്മയ്ക്കറിയില്ലേ? എനിക്കും ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് നടന്നില്ല. എന്നെ ഏറ്റവും കൂടുതൽ ആട്ടിപ്പായിച്ചത് ആരാണെന്നറിയോ? അമ്മയുടെ മരുമോള്. അവളിപ്പം വലിയ അഹങ്കാരിയല്ലേ. ഞാനിവിടെ നിന്ന് മുറ്റം തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ പുറത്ത് വന്നിട്ട് എന്നെ കണ്ടപ്പോൾ മുഖം തിരിച്ചൊരു പോക്കാ. അത് പോട്ടമ്മേ, രാഹുൽ ഇവിടെ വന്നിരുന്നോ? അയ്യോ ഇല്ല. എന്നാലും നീ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. അവന് വട്ടാ. അപ്പോഴേ അവൻ ഷാരിയുടെ കഴുത്തിന് പിടിച്ച് ഞെക്കി. അപ്പോൾ അവളാണ് അവൻ്റെ തലമണ്ട തല്ലിപ്പൊട്ടിച്ചത്. അമ്മ ഇവിടെ നിൽക്കുന്നതും വളരെ സൂക്ഷിച്ച് വേണം. പിന്നെ
ഞാനെപ്പോഴും അരയിലൊരു കത്തിയും തിരികെ നടക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ അപ്പുറത്ത് പോയിട്ട് ജോലിക്ക് വേണ്ടി കൈനീട്ടിയത് എനിക്ക് സഹിക്കുന്നില്ലടാ. ഞാൻ വെറുതെ ജോലിക്ക് വേണ്ടി അവരുടെ മുമ്പിൽ കൈനീട്ടുമെന്ന് അമ്മ വിചാരിക്കുന്നുണ്ടോ? എനിക്കും ഉണ്ടമ്മേ ചില ഉദ്ദേശ്യങ്ങൾ. ആ വീട്ടിൽ അവർ ഡ്രൈവറായിട്ട് പോയതിന് ശേഷം അവളെ തീർക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ പോയത്. എൻ്റെ മോൻ ജയിലിൽ കിടക്കുമ്പോൾ അവൾ അങ്ങനെ സുഖിക്കണ്ട. പക്ഷേ അത് നടന്നില്ല. അല്ല, നീയും ഇനി ജയിലിലോട്ട് പോകാനാണോ ഉദ്ദേശം? ഞാൻ ജയിലിൽ പോകുന്നൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ മോൻ ചങ്കേക്കാരളെ എന്ന് പറഞ്ഞ് വളർത്തിയ എൻ്റെ മോൻ അവിടെ ജയിലിൽ കിടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ അമ്മേ. പിന്നെ അമ്മ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. ഞാൻ ജോലിയൊന്നും ചെയ്യാതെ അമ്മ മാത്രം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. ഇതൊക്കെ അവസാനിപ്പിക്കണം അമ്മേ, അവസാനിപ്പിക്കണം. അതിന് എന്താ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അമ്മ പറയാണ്, അതൊന്നും നീ ഇപ്പോൾ ആലോചിക്കണ്ട. നീ ഒന്ന് വിശ്രമിക്കടാ. നിന്റെ നെഞ്ചൊന്നും ശരിയായിട്ടില്ല. അതൊന്നും ശരിയാവട്ടെ. ശരിയാവത്തില്ല അമ്മേ. എൻ്റെ മോനെ ജയിലിൽ നിറക്കാതെ എനിക്കൊന്നും ശരിയാവത്തില്ല. എല്ലാം ശരിയാവണമെങ്കിൽ എൻ്റെ മോൻ ജയിലിൽ നിന്ന് ഇറങ്ങണം അമ്മേ. അതിനെനിക്ക് ജോലി വേണം. അതിനു വേണ്ടിയാ വിശ്രമമില്ലാതെ ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. അത് മാത്രമല്ല അമ്മേ, വയറ്റിൽ കിടക്കണ സമയത്ത് നമ്മൾ കൊല്ലണമെന്ന് ആഗ്രഹിച്ചവൾ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുക. അവക്ക് ഞാൻ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞു. അവൾ ചാവാതെ എനിക്കൊരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ല അമ്മേ. അങ്ങനെ അവിടെ നിന്നും പ്രകാശൻ നടന്നു കഴിഞ്ഞ്. അപ്പോഴും പ്രകാശനെ ഏതോ ഒരു കണ്ണ് വാച്ച് ചെയ്യുന്നുണ്ട്. അതാരാണെന്ന് കാണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് രൂപയാണ്. രൂപയുടെ വീട്ടിലാണുള്ളത്. അതായത് കല്യാണിയും കിരണും അവിടെയാണുള്ളത്. അപ്പോൾ പറയാണ് കല്യാണിയോട്, മോളുടെ അമ്മയുടെയും നിലപാട് 100% സത്യമാണ്. മോളുടെ അമ്മ അങ്ങനെ തന്നെയാണ് പ്രകാശനോട് പ്രതികരിക്കേണ്ടത്. അവന് അറ്റാക്ക് വന്നപ്പോൾ സ്വന്തം അച്ഛനാണെന്ന് കരുതി പണം മുടക്കിയല്ലോ. അതുപോലും എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ ചന്ദ്രേട്ടാ, സ്വന്തം അമ്മയുടെ വയറ്റിൽ മോള് കിടക്കുമ്പോൾ തന്നെ മോളെ കൊല്ലാൻ നോക്കിയതാ. ജന്മനാ ശബ്ദമില്ലാതെ ജനിച്ച കുഞ്ഞിനെ ആറ്റിലെറിയാൻ പറഞ്ഞവനാണ് ഈ പ്രകാശൻ. അയാളുടെ കരുണ കാണിക്കുന്ന മോളെ കർണത്തടിക്കാൻ എനിക്ക് തോന്നുന്നത്. അത് 100% സത്യമാണ്. അപ്പോൾ കല്യാണി പറയാണ്, എല്ലാവരും ഒരുപോലെ ആയാൽ ശരിയാവില്ലല്ലോ അച്ഛാ. അതുകൊണ്ടാണ് ഞാൻ എല്ലാറ്റിൻ്റെയും അവസാനം സഹായം ചെയ്യുന്നത്. ഇപ്പോൾ അയാൾക്ക് ജോലി കൊടുത്തെന്നിരിക്കട്ടെ, അന്നേരം എന്തായിരിക്കും സംഭവിക്കുക? അത് ഇത്ര ആലോചിക്കാൻ എന്താ ഉള്ളത്? എന്നെങ്കിലും ഒരു ദിവസം അയാൾ മോളുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ മോളെ അപായപ്പെടുത്തും. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മോളെ, അവനെ നന്നായി പഠിക്കാതെ അവനെ അരികിൽ നിർത്താൻ പാടില്ല. അവനെ മാത്രമല്ല, അവൻ്റെ അമ്മയെയും മകനെയും ഒന്നും അടുത്ത് നിർത്തിയിട്ട് നമ്മൾ വെറുതെ നമ്മളെ ലൈഫ് ഇല്ലാതാക്കണോ? ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടി കിട്ടിയതിന് ശേഷം മോക്കിപ്പം നല്ലൊരു ജീവിതം ദൈവം കൈക്കുമ്പിളിൽ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. ഇനി അത് തകരാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മോളുടെ കടമയാണ്. നമ്മളെ കല്ലുമോൻ ഇപ്പോൾ 1 വയസ്സൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരാൾ കൂടെ നിങ്ങളുടെ ഇടയിലേക്ക് വരേണ്ട സമയമായി. അപ്പോൾ കല്യാണിയും കിരണും ചിരിക്കുകയാണ്. അപ്പോൾ അയാൾ വീണ്ടും പറയാണ്, അതേപ്പറ്റിയാണ് നിങ്ങളിപ്പോൾ വീണ്ടും ചിന്തിക്കേണ്ടത്, അല്ലാതെ മോളെ അച്ഛനെ പറ്റിയൊന്നുമല്ല. അത് ശരിയാ. ഇനി അത് വെച്ച് താമസിപ്പിക്കണ്ട. ഇവളുടെ കൂട്ടുകാരി ഉണ്ടല്ലോ നയന, അവൾക്കൊരു കുഞ്ഞ് ജനിച്ചിട്ട് മതി ഇനി ഇവൾക്കൊരു കുഞ്ഞ് എന്ന് പറഞ്ഞിരിക്കുക. അവർക്കൊരു കുഞ്ഞു ജനിക്കണമെങ്കിൽ അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണ്ടേ? നിങ്ങളുടെ കാര്യം അങ്ങനെയാണോ? അല്ലല്ലോ. കല്യാണി കിരണിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കല്ലുമോൾക്കും ചാരുമോൾക്കും കളിക്കാനായിട്ട് ഒരാൾ കൂടിയെത്തണം. അതുപോലെ തന്നെ അപകടം ഉണ്ടായ ശേഷം ആ ബൈജു കിടപ്പിലാണ്. അവൻ വന്നതിന് ശേഷം അവൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. അതാ പെട്ടെന്ന് വേണ്ടത്. അവനിപ്പോൾ അതിന് വലിയ പ്രയാസമൊന്നുമില്ല. അവന് നല്ല സാലറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു വീട് അവന് വേണ്ടി ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു പെണ്ണിനെ കണ്ടെത്തിയാൽ മതി, അച്ഛനും അമ്മയും കൂടിയിട്ട്. അത് ഞങ്ങളും നോക്കുന്നുണ്ട്. കല്യാണിയോട് പിന്നെ പറയുകയാണ്, ഇനി ഒരു കാരണവശാലും പ്രകാശനോട് കരുണ കാണിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്ത് തിരിച്ചടി ഉണ്ടായാലും ഞങ്ങളൊന്നും പിന്നെ കൂടെ കാണില്ല. അത് ഓർമ്മയിൽ വെച്ചോ. കല്യാണി തലകുലുക്കി സമ്മതം മൂളി. അപ്പോഴാണ് പിന്നെ കാണിക്കുന്നത് പ്രകാശനെയാണ്. അപ്പോൾ പ്രകാശനൊരു കോൾ വരികയാണ്. അപ്പോൾ ബാലണ്ണ എന്ന് വിളിച്ച് കോൾ അറ്റൻഡ് ചെയ്യാണ്. പ്രകാശ, നീ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം. വർക്ക്ഷോപ്പിൽ നല്ല പണിയൊക്കെ ആണെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അതിന് വർക്ക്ഷോപ്പിൽ പണിയെടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു? വേറൊരു കാര്യം പറയാനാണ് നിന്നോട് ഇവിടെ വരെ വരാൻ പറഞ്ഞത്. അണ്ണാ, വണ്ടിക്കച്ചവടമോ വസ്തുക്കച്ചവടം മറ്റോ ആണോ? ഇതൊന്നുമല്ല, വേറൊരു കാര്യത്തിനാ. നിനക്ക് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നീ ഇങ്ങ് വാ.
ആ ശരി എന്ന് പറഞ്ഞ് പ്രകാശൻ അവിടെ നിന്ന് അവരടുത്തേക്ക് പോയി. അപ്പോൾ പിന്നെ കാണിക്കുന്നത് അമ്മയാണ്, അതായത് പ്രകാശൻ്റെ അമ്മ പ്രകാശൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ കല്യാണി അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ മരുമകളാണ് വന്ന് വാതിൽ തുറന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, ആ അയ്യോ എൻ്റെ മരുമകളായിരുന്നോ? ഞാനാണ് ഭാനുമതി അമ്മ, നിൻ്റെ അമ്മായി അമ്മ. ഞാനിപ്പോൾ അയലത്തെ വീട്ടിൽ ജോലിക്ക് നിൽക്കുക. അതൊക്കെ അറിഞ്ഞായിരുന്നോ? അപ്പോൾ അവർ പറയാണ്, എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ല, പക്ഷേ നീ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചങ്ങ് പോവുകയാണല്ലോ. മുഖം തിരിച്ച് പോവുക മാത്രമല്ല, പുറത്തോട്ട് പോകുമ്പോൾ നിങ്ങളെ കാണരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ കാഴ്ച കണ്ട് പോകാൻ പറ്റിയ മുഖമല്ലല്ലോ ഇത്. നീ ഒരിത്തിരി അഹങ്കാരം വന്നെന്ന് വിചാരിച്ച് ഒത്തിരി അങ്ങ് അഹങ്കരിക്കരുത് കേട്ടോ. ആരാ അമ്മേ എന്ന് ചോദിച്ച് കല്യാണി കിരണും അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവർ പറയാണ്, ദേ അയലത്തെ ജോലിക്കാർ വന്നിരിക്കുന്നു. ആ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറയൂ, ഇവിടെ അമ്മുമ്മ എന്ന് പറയാൻ നിനക്ക് നാണക്കേടായിപ്പോയി അല്ലേ? ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടിയല്ലേ അവിടെ വന്ന് ജോലി ചെയ്യുന്നേ? എന്നാൽ കണക്കായിപ്പോയി. അല്ല, ഇവിടെ വന്ന് ജോലിക്ക് ചോദിച്ചാൽ നീയൊക്കെ നിൽക്കാൻ പറയുമോ? വന്നല്ലോ ഇവളുടെ അച്ഛൻ ഇവിടെ വന്ന് വിഷക്കാരെ പോലെ ഒരു ജോലി വേണമെന്ന് പറഞ്ഞിട്ട്. നിൻ്റെയൊക്കെ മുമ്പിൽ യാചിച്ചല്ലോ, എന്നിട്ട് കൊടുത്തോ നീയൊക്കെ? എന്തിനാ അയാൾക്ക് ജോലി കൊടുക്കുന്നേ? എന്തെല്ലാം സഹായം അയാൾക്ക് ചെയ്തു. ഇപ്പോഴും ആശുപത്രി കടന്നു. അപ്പോൾ അതിൻ്റെ ബില്ലൊക്കെ അടച്ചത് കല്യാണി മോളാ. എന്നിട്ട് അതിൻ്റെ ഒരു നന്ദി ഉണ്ടായോ അയാൾക്ക്? അപ്പോഴത്തേക്ക് കിരൺ പറയാണ്, അയാൾക്കതിന് ഇങ്ങനെ ഒരു മോളില്ലല്ലോ, ഇങ്ങനെ ഒരു ഭാര്യയും ഇല്ലെന്നാണ് അയാൾ പറഞ്ഞ് നടക്കുന്നത്. പിന്നെ എന്തിനാ ഇവിടെ വന്ന് ജോലി ചോദിക്കുന്നത്? അന്യരായ ആൾക്കാർക്ക് വല്ല ജോലി കൊടുക്കാൻ വേണ്ടി പറ്റും, പക്ഷേ നിങ്ങളെ മോനെ വിശ്വസിച്ച് ഇവിടെ ജോലി കൊടുക്കാൻ പറ്റില്ല, കല്യാണി പറയാണ്. നീയൊക്കെ എന്തോ അടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും അവൻ നിൻ്റെ അച്ഛനും ഞാൻ നിൻ്റെ അമ്മൂമ്മയും തന്നെയാ. ആ എന്ന് മുതലാണ് നിങ്ങൾക്കൊക്കെ അങ്ങനെ തുടങ്ങി തോന്നിയത്? എൻ്റെ മോള് മരിച്ചെന്ന് സങ്കല്പിച്ച് ജീവിക്കുന്നവരാ അവളുടെ അച്ഛൻ. എന്നിട്ടിപ്പോൾ ഒന്നിനും കൊള്ളാതായപ്പോൾ മോളെ വേണം അല്ലേ? അയാളുടെ ഹോസ്പിറ്റൽ ബില്ല് പോലും നമ്മൾ കൊടുക്കാൻ പാടില്ലായിരുന്നു, കിരൺ പറയാണ്. പിന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലെന്ന് കണ്ടപ്പോഴാണ് ഇവൾ നിങ്ങളെ സഹായിച്ചത്. എന്ന് വെച്ച് അതിനപ്പുറം സിമ്പതി നിങ്ങളോടും നിങ്ങളുടെ മോനോടും ഉണ്ടെന്ന് കരുതിയിട്ട് ഇവിടെ വന്ന് കൈ നീട്ടണ്ട. അതുകൊണ്ടാണ് ഞാൻ അയലത്ത് പണിക്ക് വരുന്നത്. അതുകൊണ്ട് നിനക്കൊക്കെ കുറച്ചിൽ ആണെങ്കിലും ഞാൻ അവരുടെ എച്ചിൽ പാത്രം കഴുകാൻ തന്നെയാണ് വന്നത്. കഴുകിക്കോ, ആരാ വേണ്ടെന്ന് പറഞ്ഞേ? അല്ല, ഒരു രാജകുമാരനുണ്ടല്ലോ നിങ്ങളുടെ കൊച്ചുമോനായിട്ട്. ആ മോനുള്ളപ്പോൾ അവൻ്റെ അമ്മൂമ്മ വീട്ടുജോലിക്കൊക്കെ പോകുന്നത് കുറച്ചിലല്ലേ? കല്യാണി, രാജകുമാരനിപ്പോൾ രാജകൊട്ടാരമൊക്കെ വിട്ടിട്ട് അഴിയെണ്ണുക. കല്യാണി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മോൻ ഒരുപാട് തവണ കൊന്നതാ. ഇങ്ങനെ ഒരു മോളുണ്ടെന്ന് പോലും അയാൾ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പം അത് തന്നെയാ വിക്രത്തിൻ്റെ കാര്യത്തിൽ ഞാനും പറയുന്നത്. അങ്ങനെ ഒരു മകനില്ലാന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചുപോയി. കണ്ണിച്ചോരയില്ലാത്ത അമ്മയാണ് ഞാനെന്ന് പറഞ്ഞോ, എന്നാലും എനിക്ക് കുഴപ്പമില്ല. പാവപ്പെട്ട പെൺകുട്ടികളെ കരയിക്കുന്ന, അവരുടെ ജീവിതം തകർക്കുന്ന ഒരുത്തനെ എനിക്ക് മകനായിട്ട് വേണ്ട. അതുപോലെ തന്നെ എൻ്റെ മോളുടെയും മരുമോൻ്റെയും മുന്നിൽ വന്നു നിന്ന് ഒരു ജോലി വേണം എന്ന് പറഞ്ഞ് കെഞ്ചരുത് എന്ന് പറയണം പ്രകാശനോട്. അമ്മമ്മ പറയാണ്, എടി നീ നോക്കിക്കോ, നിനക്കിനിയും ജീവിതം ബാക്കിയാ. ആ ജീവിതത്തിൽ നീ ഇരുന്ന് നിരങ്ങും. അപ്പോൾ അവർ പറയാണ്, ഓ ആയിക്കോട്ടെ, വയസ്സിപ്പോൾ ഒരു 10-75 ആയില്ലേ, നിരങ്ങാനുള്ള സമയമൊക്കെ ആയി. ആ നേരത്ത് കൈയും കാലും ഒക്കെ വഴങ്ങാതെ വരുമ്പോൾ ജയിൽ പുള്ളിയും അവൻ്റെ അച്ഛനും ആയുസ് തീരാതെ നിങ്ങളെ നോക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് നിത്യേന അന്നദാനം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു അമ്പലം കണ്ടുവച്ചോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ അവർ പറയാണ്, ഇനി എന്തായാലും നിൻ്റെയൊക്കെ മുമ്പിൽ ഞാൻ കൈ നീട്ടിക്കൊണ്ട് വരത്തില്ല. അപ്പോൾ വീണ്ടും അവർ വിളിക്കാണ്, എടി ചിത്രകാരി, നീയും പടമാകുന്നൊരു ദിവസം വരും. വെറും പടം. നിൻ്റെ അമ്മ പറഞ്ഞല്ലോ ഞാൻ അമ്പലനടയിൽ പോയി ഇരിക്കുമെന്ന്. അതിനു മുമ്പ് അതേ അമ്പലത്തിൽ എവളും നീയും അവനും ഒക്കെ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവും. കരിനാക്കെന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര കരിനാക്കാ. ദേ എന്ന് പറഞ്ഞ് അവർ അവരുടെ നാവ് കാണിച്ചു കൊടുക്കുകയാണ്. നീയൊക്കെ ഇത് ഓർത്തിരുന്നോ? അതും പറഞ്ഞ് അവർ നീട്ടി വലിച്ച് നടന്നു പോവുകയാണ്. അപ്പോൾ അതും നോക്കി നിൽക്കുകയാണ് കല്യാണിയും കിരണും അവരുടെ അമ്മയും ഒക്കെ അത് തന്നെ നോക്കി നിൽക്കുകയാണ് കുറച്ച് സമയം. അതിനുശേഷം അങ്ങനെയാണ് കഴിയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ വരുന്നവരേക്കും സി യു ഓൾ.